Let's start ചെയ്യാം. Okay. Magic morning to all. Magic morning. Okay. എവിടെ എല്ലാവരും ഇവിടെ ആരും കാണാനില്ലല്ലോ. മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? Okay. Magic morning. Magic morning മാം. ഓക്കെ, അപ്പോൾ നമുക്ക് സെഷനിലേക്ക് കിടക്കാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെഷനെ എടുക്കുന്നത് HR കൺസൾട്ടൻറ്റും ആൻഡ് ലൈഫ് സ്റ്റൈൽ കോച്ചുമായിട്ടുള്ള ഫിർഷാദ് സാറാണ്. ഓക്കെ, സാറുടെ ടോപ്പിക് എന്ന് പറഞ്ഞത് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ് എന്നാണ്. അപ്പോൾ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ ഫിർഷാദ് സാർ ഇൻവൈറ്റ് ചെയ്യാണ്. ഫിർഷാദ് സാർ. സാർ കേൾക്കാവോ? ഹലോ. ഫിർഷാദ് സർ. Hello. Yes. സർ ഓഡിയബിൾ അല്ലേ? Yes. I am audible. ഓക്കെ, താങ്ക് യു സർ. സ്റ്റാർട്ട് ചെയ്യാം. Okay. Thank you. Thanks. Good morning, all. Morning, sir. Okay. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയോ? Anybody? ഇന്ന് വളരെ അനുഗ്രഹീതമായ ദിവസമാണ് അല്ലേ? ആണോ അല്ലേ? ആണ് തീർച്ചയായിട്ടും. ഓക്കെ. ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മൾ ഉറക്കമുണർന്ന് കേരളത്തിലെ ഏറ്റവും വലിയ 5 AM ക്ലബിൽ ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് അല്ലേ? വളരെ അനുഗ്രഹീതരാണ് നമ്മൾ, ബ്ലെസ്ഡ് ആണ്. കാരണം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ലക്ഷോപലക്ഷം ആളുകൾക്ക് ഇന്ന് രാവിലെ ഉണരാൻ പറ്റിയിട്ടുണ്ടാവില്ല അല്ലേ? അതുപോലെ തന്നെ അവർക്ക് ഉണർന്നാലും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ എത്രയോ അനുഗ്രഹീതരാണ്, ബ്ലെസ്ഡ് ആണ്. ഓക്കെ. രാവിലെ എണീറ്റ് ഉണർന്ന പാടെ എത്ര ആൾക്കാർ പറയാറുണ്ട് ഐ ആം ബ്ലെസ്ഡ് ആൻഡ് ഐ ആം ഹാപ്പി. അതായത് വാക്കുകൾക്ക് വളരെയധികം ശക്തി ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നേരത്തെ ഞാൻ യോഗ ക്ലാസ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ വന്ന ഒരുപാട് കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിട്ട് തോന്നി. കാരണം ഞാൻ ഇങ്ങനെ സെഷനിൽ ഇതുവരെ വളരെ ഡീപ്പായിട്ട് പങ്കെടുത്തിട്ടില്ലെങ്കിലും സീരിയസ്ലി അത് ഫോക്കസ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ വ്യത്യാസം തോന്നി. അപ്പോൾ നമ്മുടെ സോറി, ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫിർഷാദ്. ഞാൻ തിരൂരിൽ ബേസ്ഡ് ആണ്. ഞാൻ ഒരു HR കൺസൾട്ടൻ്റ് ആണ്. മെർക്കിസ് കൺസൾട്ടൻസി സർവീസ് എന്നുള്ള ഒരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തിരൂർ ബേസ്ഡ് ആയിട്ടുണ്ട്, കോഴിക്കോടുണ്ട്, കൊച്ചി. ഓക്കെ. പിന്നെ നമ്മൾ ഈ സെഷന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, TPR. ഇത് കേട്ടിട്ടുണ്ടോ നിങ്ങൾ പലരും? നമുക്ക് എനിക്ക് തോന്നുന്നു പലർക്കും അറിയാവുന്നതാണ്. എന്നാലും ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പറയൂ. എനിബഡി? ഓക്കെ. ഇത് ഒരു വലിയ റോക്കറ്റ് സയൻസോ വലിയൊരു കാര്യമൊന്നുമല്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നുമില്ല, നമ്മളിപ്പോ ഇന്നുവരെ ചിന്തിച്ചതിൽ നിന്ന്, നമ്മുടെ ബ്രെയിൻ ഉപയോഗിച്ചതിൽ നിന്ന് ഒരു ചെറിയ മാറ്റം വരുത്തി ഉപയോഗിക്കുക, അത്രേ ഉള്ളൂ. അതിന് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരു വിഷയം നമുക്ക് ഒരു അരമണിക്കൂറിലോ 1 മണിക്കൂറിലോ അല്ലെങ്കിൽ ഒരു 5-6 മണിക്കൂറുകൊണ്ടോ പറഞ്ഞു നിർത്താൻ പറ്റിയൊരു സബ്ജക്റ്റ് അല്ലേ? 3 ദിവസം ഒരു വർക്ക്ഷോപ്പിൽ തന്നെ
പ്രാക്ടിക്കലായിട്ട് ഒക്കെ ചെയ്ത് വരത്തേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എന്നാലും നമുക്ക് ഇതിനെപ്പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ തരിക, ഇങ്ങനൊരു വഴിയും കൂടെ നമ്മുടെ മുന്നിലുണ്ട് എന്ന് പറയാം, അതിലൊക്കെ വലിയ അനുഗ്രഹമുണ്ട്. ഓക്കെ, TPR, തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗ്, അതിൽ തന്നെ അത് കൃത്യമായിട്ട് ഉണ്ട്. നമ്മുടെ ചിന്തകള്, നമ്മളെ പ്രവർത്തികൾ, വാക്കുകൾ, അതുപോലെ തന്നെ നമ്മുടെ ഹാബിറ്റ്, ബിഹേവിയർ, ക്യാരക്ടർ, ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒരു ഡിസിപ്ലിൻ ലെവലിൽ, ഒരു അച്ചടക്ക ലെവലിൽ ഡെയിലി കൊണ്ടു നടക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ TPR എന്നുള്ള കൺസെപ്റ്റ് അതിനെ നിങ്ങൾക്ക് എത്രയും ഉയരത്തിലെത്തി നിങ്ങളുടെ അച്ചീവ്മെന്റ്സും ഗോൾസും ഡ്രീംസും ഒക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു വലിയ കൺസെപ്റ്റാണത്. നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരിക്കും ഈ സബ്ജക്റ്റ്. ഇത് ഇതിന്റെ ഉപജ്ഞാതാവ് ഇറങ്ങി ഈ ഒരു കൺസെപ്റ്റ് നമ്മളെ ജീവിതത്തിലായാലും വേൾഡിലായാലും നമ്മുടെ രാജ്യത്തായാലും ഒക്കെ ഇത് ആദ്യമായി കൊണ്ടുവന്നത്, വിഭാവനം ചെയ്തത് ഡോക്ടർ സജീവ് നായരാണ്. നിങ്ങൾക്കറിയാം, അദ്ദേഹം വലിയ ലീഡറാണ്, അദ്ദേഹം ഗ്രന്ഥകർത്താവാണ്, വലിയ വലിയ ട്രെയിനിങ് സെഷൻസ് കണക്ട് ചെയ്യുന്ന ആളാണ്. അദ്ദേഹം ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ഇത് ഒരു തീസിസായിട്ട് ഈ TPR എന്നുള്ള കൺസെപ്റ്റ് ഒരു തീസിസായിട്ട് ഡോക്ടറേറ്റ് നേടുന്നതിന് വേണ്ടിയിട്ട് സബ്മിറ്റ് ചെയ്യുകയും വളരെ വലിയ വിജയം നേടുകയും ചെയ്തു. അപ്പോൾ പല സൈക്കോളജി സിലബസിലും പല രീതിയിലുള്ള സൈക്കാട്രിക് ഇതിലൊക്കെ ഈ കൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. അദ്ദേഹം പറയുന്നത് ഈ കൺസെപ്റ്റിനെ കുറിച്ച് പറയുന്ന ഒരു വാക്കെന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ the thought process re-engineering is based on the combination of neuroscience plus quantum physics and spirituality. Okay, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അദ്ദേഹം പറഞ്ഞു തരുന്നത്, വിവരിച്ചു തരുന്നത്. അതായത് നമ്മുടെ ചിന്താ രീതികൾ അല്ലെങ്കിൽ നമ്മളുടെ ചിന്താ പാറ്റേണുകൾ ഒരു കാരണവശാലും ഈ മൂന്ന് കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടാതെ പോകുന്നില്ല. അതിൽ ന്യൂറോ സയൻസ് നിങ്ങൾക്കറിയാം, നമ്മുടെ നാഡി ഞരമ്പുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബ്രെയിനിന്റെ വ്യത്യസ്ത ഫങ്ഷനുകൾ കോർഡിനേറ്റ് ചെയ്യുന്ന ന്യൂറോൺസ്, അതുപോലെ തന്നെ ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ന്യൂറോൺസിന് പരസ്പരം കണക്ട് ചെയ്യുകയും ചെയ്യുന്ന ഹോർമോൺസ്, അതുപോലെ തന്നെ പിന്നെ ഈ ഹോർമോൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം, ഡോസ് എന്ന കൺസെപ്റ്റിൽ ഉള്ള ഒരു ഹോർമോൺസ് ആണ് ശരിക്കും നമ്മളെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. ഡോസ് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എനിക്കിത് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ളതിലുള്ള ഒരു റെസ്പോൺസ് ഇല്ല. നമുക്ക് ആളുകളൊക്കെ കുറവായിട്ടുണ്ടോ മാഡം? ഇല്ല സർ, കേട്ടിട്ടില്ല. Dopamine, oxytocin, serotonin, endorphin. ഹലോ, യെസ് പറയൂ സർ. Dopamine, ഓക്കെ, oxytocin, serotonin, endorphin, hormones. അതെ അതെ. ഡോപ്പമൈൻ, ഓക്സിറ്റോസിൻ, Serotonin, സെറട്ടോണിൻ,
endorphin. ആൻഡ് എൻഡോർഫിൻ. സർ കറക്റ്റ് ആണ്. സാറിന് നല്ലൊരു കൈ കൊടുക്കും. എനിക്ക് അവിടെ വന്നൊരു ഒരു ചോക്ലേറ്റ് തരാൻ പറ്റാത്തതുകൊണ്ടാണ്. എല്ലാവരും സാറിന് നല്ലൊരു ക്ലാപ്പ് കൊടുക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ 4 ഹോർമോൺസ്, അതുപോലെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയും. ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നമുക്ക് വിവരങ്ങൾ, അതായത് ബ്രെയിനിലെ ന്യൂറോൺസ് തമ്മിലും അതുപോലെ തന്നെ മറ്റുള്ള ബ്രെയിനിലുള്ള എല്ലാ ഫങ്ഷൻസും നടക്കാൻ വേണ്ടിയിട്ട് വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്ന ഒരു വിഭാഗമാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ന്യൂറോ സയൻസിന് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ഈ PPR എന്നുള്ളത്. അതുപോലെ തന്നെ ക്വാണ്ടം ഫിസിക്സ്, ഫിസിക്കലി മൂവ്മെന്റ്, ഫിസിക്കലി അതിപ്പോൾ ചെയ്യുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ അത് തിയറിയുമായി ബന്ധപ്പെട്ട്, ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാണ്ടം തിയറി രൂപീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇതിൽ വളരെ ആഴത്തിൽ പഠിച്ചിട്ടാണ് ഇത് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഈ റിസർച്ച് ഒക്കെ ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, വ്യത്യസ്ത ആളുകൾക്ക് വ്യത്യസ്തമായിട്ടുള്ള സ്പിരിച്വാലിറ്റി ഉണ്ട്. പക്ഷെ ഒരു കോമൺ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വരുമ്പോൾ, ഇന്നിപ്പോ ഞാൻ 5:30 മുതൽ തൊട്ടുള്ള ആ ഒരു കാര്യം, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ യോഗ എന്നിവ നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട്. കാരണം ഇതിനെയൊക്കെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ നമ്മൾ ഈ ഒരു വഴിയേ ഉള്ളൂ എന്നുള്ളതാണ് സത്യം. കാരണം ഏർലി ബെഡഡ് ആൻഡ് ഏർലി എവർ അല്ലേ, നേരത്തെ കിടക്കുക, നേരത്തെ ഉറങ്ങുക. അതുപോലെ തന്നെ 5 മണി 6 മണി ആ സമയങ്ങളിലൊക്കെ നമുക്ക് ഒരുപാട് കോസ്മിക്സ് എനർജീസും അതുപോലെ തന്നെ ചുറ്റുപാടുകളുള്ള നമ്മളെ കൺസെപ്റ്റിലൊക്കെ, അതിൽ നമ്മളെ തോട്ട് പ്രോസസ്സിലൊക്കെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഈ ന്യൂറോ സയൻസിൽ തന്നെ വരികയാണെങ്കിൽ, നമ്മളുടെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, ഹോർമോൺസ് ഒക്കെ ഇതിൽ വലിയ കാര്യങ്ങളുണ്ട്. ഡോപ്പമിൻ എന്താണ് നിർവഹിക്കുന്നത് എന്നറിയോ? ഡോപ്പമിന്റെ ഫങ്ഷൻ എന്താണ്? ഹലോ, ഓക്കെ, ഞാൻ പറയാം. ഡോപ്പമിൻ എന്ന് പറയുന്നത് ഒരേ സമയം ഒരു ഹോർമോണുമാണ്, ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററുമാണ്. നമ്മളെ ബ്രെയിൻ്റെ ഫങ്ഷൻസിൽ, മൂഡ് ചേഞ്ചിൽ, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതിലൊക്കെ ഡോപ്പമിന് വലിയ റോളുണ്ട്. നമുക്കിപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ ഈ സമയം വളരെ കുറവാണ്. പിന്നീട് ഒരിക്കലും നമുക്ക് കാണുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അറിയാം. പിന്നെ അടുത്ത ഹോർമോൺ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ. ഡോസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ, അത് മറക്കരുത്. DOSE. ഞാൻ ഒന്നും കൂടി പറയാണ്, ഡോസ്. D എന്ന് പറയുന്നത് ഡോപ്പമീൻ ആണ്, O എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്, S എന്ന് പറയുന്നത് സെറട്ടോണിൻ ആണ്, ആൻഡ് E എൻഡോർഫിൻ ആണ്. പൊതുവെ നമ്മളിപ്പോ പറഞ്ഞതുപോലെ ഓക്സിറ്റോസിൻ നമ്മളുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു ഹോർമോണാണ്. അതുപോലെ തന്നെ മൂഡ് ചേഞ്ചസിന്റെ കാര്യത്തിലും വ്യത്യസ്ത ഫങ്ഷൻസുകളുണ്ട്. സെറട്ടോണിൻ എന്ന് പറയുന്നത്, മൂന്നാമത്തെ സെറട്ടോണിൻ എന്ന് പറയുന്നത് വലിയ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നമ്മുടെ ബ്രെയിനിൽ കൊണ്ടുവരികയും, അതായത് ബ്രെയിനിന്റെ മിക്കവാറും എല്ലാ ഫങ്ഷൻസിലും അതുപോലെ നമ്മൾ ദുഃഖം, നമ്മളെ ഇമോഷൻസ്, നമ്മളെ ഫീലിങ്സ്, അതുപോലെ തന്നെ നമ്മളെ എന്താ പറയാ, മൂഡ് ചേഞ്ചിങ്, അതുപോലെ നമ്മളെ വൈറ്റൽ ആയിട്ടുള്ള ഒരു എല്ലാ ഫങ്ഷൻസും അത് സെറട്ടോണിൻ ബാലൻസ് ചെയ്യുന്നു. പിന്നെ എൻഡോർഫിൻ. സെറട്ടോണിൻ നമുക്ക് എന്താ പറയാ, ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ മാത്രമല്ല,
അതിലുപരിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, കമ്മിങ് ടു നമ്മൾ ഇപ്പോൾ വന്നത് ലാസ്റ്റ് എൻഡോർഫിൻ ആണ്. എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ പറയുന്നത് സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണാണ്. എൻഡോർഫിൻ ഒക്കെ നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബോഡിക്ക് ഒരുവിധം രാവിലെ മോർണിംഗിലായാലും ഈവനിങ് ആയാലും എക്സസൈസ്, അതായത് ഫിസിക്കൽ വർക്കൗട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മാതിരി യോഗ, അതുപോലെ ഒരുപാട് രീതികളുണ്ടല്ലോ നമ്മളെ എക്സസൈസ്. ഏത് രീതിയിലായാലും നമ്മൾ ചെയ്യുമ്പോൾ ഈ എൻഡോർഫിന് പ്രൊഡ്യൂസ് ചെയ്യും നമ്മുടെ ബ്രെയിനിൽ. ആ എൻഡോർഫിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഒരു ബെറ്റർ ഫീല് തോന്നും. അതുപോലെ തന്നെ പിന്നെ സന്തോഷം തോന്നും. ആ ദിവസം മുഴുവൻ നമുക്ക് ഒരു പ്ലഷർ ആയിട്ട് തോന്നും. അപ്പൊ ഈ ഇത്രയും സാധനങ്ങളിലൊക്കെ ബാലൻസിങ് നമ്മളെ ഈ PRനോട് ബന്ധപ്പെട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ട ഈ തോട്ട് പ്രോസസ് റീ എഞ്ചിനീയറിംഗിൽ അതിനോട് വളരെ അടുത്ത് കിടക്കുന്ന, അതിനോട് വളരെയധികം എന്താ പറയാ, ഒരു നാണയത്തിന്റെ അപ്പുറം ഇപ്പുറം പോലെ തന്നെ കിടക്കുന്ന ഒരു സംഭവമാണ് തോട്ട് സൈക്കിൾ. തോട്ട് സൈക്കിൾ എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? തോട്ട് സൈക്കിൾ നമ്മളെ ഹ്യൂമൻ ഹലോ എനിബഡി തോട്ട് സൈക്കിളിനെ കുറിച്ച് പറയാൻ പറ്റുമോ? അറിയില്ല സാർ, അറിയില്ല. അറിയില്ല. ഓക്കെ, ഞാൻ പറയാം. തോട്ട് പ്രോസസ് തുടങ്ങുന്നത് നമ്മളെ ചിന്തയിൽ നിന്നാണ്. നമ്മളെ ചിന്തകളാണ് ഇതിനോടൊക്കെ ബേസ് ചെയ്ത് കേൾക്കുന്നത്. നമ്മളെ തോട്ട്സ് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു തോട്ട്സ് നമ്മളെ ബ്രെയിനിൽ വരുന്നു. അത് പിന്നെ നമ്മൾ ജസ്റ്റ് ഒരു സർക്കിളായി തിരിച്ച് തന്നെ തോട്ട്സിലേക്ക് വരുന്ന ഒരു പ്രോസസ്സാണ്. അതായത് തോട്ട്സ് ലീഡ്സ് ടു വേർഡ്സ്, വേർഡ്സ് ലീഡ്സ് ടു ആക്ഷൻസ്, കണ്ടിന്യൂസ് ആക്ഷൻസ് എന്തിലേക്കായിട്ട് മാറും? നമ്മളെ ഹാബിറ്റിലേക്ക് മാറും. ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മളെ ശീലങ്ങൾ. ഓക്കെ, I'll explain you after that. പിന്നെ ഹാബിറ്റ് നമ്മളടുത്ത് ശീലങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വരുമ്പോൾ അത് നമ്മളെ ക്യാരക്ടറായിട്ട് മാറും, സ്വഭാവമായിട്ട് മാറും. സ്വഭാവം നല്ലതായി, അല്ലെങ്കിൽ സ്വഭാവത്തിന്റെ മേന്മക്കനുസരിച്ച് നമ്മളത് ബിഹേവിയർ ആയിട്ട്, പാറ്റേൺ ആയിട്ട് സംഭവിക്കും. ആ പാറ്റേൺ ബിഹേവിയർ നമ്മളെ ഡെസ്റ്റിനി എന്ന് പറയുമ്പോൾ വിധി എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. പക്ഷെ ഇവിടെ ഒരു അൾട്ടിമേറ്റ് വിധിയല്ല, താൽക്കാലികമായിട്ടുള്ള ഒരു കാര്യത്തിലുള്ള വിധി. ആ വിധി എന്തായിരിക്കും? നമുക്ക് അനുകൂലവും പ്രതികൂലവും ആയ വിധികൾ ഉണ്ടാവും. ഓക്കെ, ഒന്നുകൂടി ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പൊ നമ്മൾ ഡെയിലി എത്ര ചിന്തകളാണ് ഡെയിലി ബ്രെയിനിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളത് പലതുണ്ട്. ചിലർ പറയുന്നുണ്ട് ഒരു ദിവസം 600 ചിന്തകൾ, ചിലർ പറയുന്നുണ്ട് അത് അത്രയല്ല, അതിലും കൂടുതലുണ്ട്. ഓക്കെ, എനിവേ, ഈ ചിന്തകൾ നമുക്ക് ഒരു തോട്ട് ഉണ്ടാകുന്നു, അതിൻ്റെ ഒരു സ്റ്റിമുലേ അല്ലെ ഉണ്ടാകുന്നു. അത് നേരെ നമ്മളെ വേർഡ്സിലേക്ക്, നമ്മളെ വാക്കുകളിലേക്ക് നീങ്ങുന്നു. ആ വാക്കുകളാണ് നമ്മളുടെ ആക്ഷൻസ് ഉണ്ടാക്കുന്നത്. നമുക്കറിയാം, ഇത് ഏത് കാര്യം നമ്മൾ എടുത്ത് നോക്കും, ഒരു ചിന്ത ഒരാളിൽ ഉണ്ടായതിൻ്റെ എഫക്റ്റ് ആണ് അദ്ദേഹത്തിന് അത് സംസാരിക്കാൻ കഴിയുന്നത്.
വേർഡ്സ് ആകും മാറും. പിന്നെ വേർഡ്സ് തീർച്ചയായിട്ടും നമുക്ക് അത് ആക്ഷൻസ് ആയിട്ട് മാറും. ആക്ഷൻ എന്ന് പറയുന്നതെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രവൃത്തി, അല്ലെ, ആ ഒരു പ്രവൃത്തിയായി മാറും. പ്രവർത്തനങ്ങൾ എന്ന് പറയാം നമുക്ക്. പിന്നെ അത് നേരെ നമ്മുടെ ഹാബിറ്റായി മാറും. ഓവർ എ പീരീഡ് ഓഫ് ടൈം ആക്ഷൻസ് കണ്ടിന്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് എന്താ പറയാ, ഒരു നല്ല പ്രവൃത്തിയായി മാറുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ആ പ്രവർത്തികൾ പിന്നെ ശീലങ്ങൾ ആയി മാറുന്നു. ആ ശീലങ്ങൾ കണ്ടിന്യൂസ് ആയി വരുമ്പോൾ നമുക്കത് നമ്മളെ ആ ക്യാരക്ടറിനെ തീർച്ചപ്പെടുത്തുന്നത് ബിഹേവിയർ ആണ്. ബിഹേവിയറിലേക്ക് വരും. പിന്നെ ഡെസ്റ്റിനി, വീണ്ടും തോട്ട്സ്. ഇതാണ് ഈ സൈക്കിൾ. ഞാൻ പറഞ്ഞത് ഒരു റൗണ്ട് സൈക്കിളാണ്. ഇത് ഇങ്ങനെ കണ്ടിന്യൂസ് ചെയ്ത് പോവുക എന്നുള്ളതാണ് ബ്രെയിനിന്റെ ഒരു പ്രത്യേകത. ടോട്ടൽ ലൈഫിന്റെ ഒരു കോർ എടുത്തു നോക്കിയാൽ നമുക്ക് ഈ തോട്ട് സൈക്കിൾ വളരെ ഉപകാരപ്പെടും. ഈ പറഞ്ഞു വന്നത് ഇതാണ്. അപ്പോൾ നമുക്കിവിടെ രാവിലെ എപ്പോഴായാലും എണീക്കും, ഒരു ഗുഡ് തോട്ട്സ്, നല്ലൊരു ചിന്ത, നല്ലൊരു വാക്കിലേക്കായിരിക്കും നമ്മളെ കൊണ്ടുപോവുക, അല്ല. പിന്നെ നല്ല വാക്കുകൾ നമ്മളെ പ്രവൃത്തിയിൽ അത് കൊണ്ടുവരുമ്പോൾ അത് പ്യൂരിറ്റി ഉണ്ടാവും. പ്രവർത്തികൾ നല്ലതായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അത് ആ പ്രവൃത്തി നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം പലരും പല സിദ്ധാന്തങ്ങളും പറയുന്നുണ്ട്. 21 ദിവസം എന്ന് പറയുന്നവരുണ്ട്, പിന്നെ അങ്ങനെ അതിന്റെ കൂടുതൽ പറയുന്നവരുണ്ട്. അങ്ങനെ അതിന്റെ ഒരു കാര്യം അതാണ്. അപ്പൊ നമുക്ക് ഒരു ഹാബിറ്റ് നമ്മൾക്ക് തുടർച്ചയായിട്ട് വരുമ്പോൾ അത് നമുക്ക് ആക്സസിബിൾ ആയിട്ട് വരുന്നു. നല്ല ഒരു ഫീലിങ്സ്, നല്ലൊരു കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു നല്ല ഹാബിറ്റ് എന്ന് പറയുന്നത് വീണ്ടും നല്ലൊരു ക്യാരക്ടറായിട്ട് മാറും. വെരി ഗുഡ് ക്യാരക്ടർ. അദ്ദേഹത്തിന് നോക്കൂ, അദ്ദേഹത്തിന്റെ സ്വഭാവം സ്വഭാവം, അതാണ് അയാളെ നമ്മൾ വിലയിരുത്തുന്നത്. അദ്ദേഹത്തിന്റെ സ്വഭാവം. അത് കഴിഞ്ഞാൽ സ്വഭാവത്തിൽ നിന്നും ബിഹേവിയർ എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട്. ഹ്യൂമൻ ബ്രെയിനിന്റെ വർക്കാണ്. ഉള്ളവർ ഭാഗ്യവാന്മാരാണ് ഓൾറെഡി. ഇല്ലാത്തവർക്ക് പരിശീലിച്ച് നമ്മൾ ഉണ്ടാക്കാവുന്ന കാര്യം തന്നെയുള്ളൂ. വലിയ റോക്കറ്റ് സയൻസോ അങ്ങനെ അതുപോലത്തെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ അത് നമുക്ക് ആ ബിഹേവിയർ നമുക്ക് ഡെസ്റ്റിനി പ്രൊവൈഡ് ചെയ്യുന്നത്. നേരെ തിരിച്ചു, സമയം കുറവാണ്, നമുക്ക് പറഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ടോപ്പിക് തീർക്കും. നേരെ തിരിച്ച് നമ്മൾ നോക്കൂ, ഒരു ബാഡ് ചിന്ത ബാഡ് വേർഡ്സ് ആയി മാറും, ബാഡ് ആക്ഷൻസ്, അല്ലെ. അത് കഴിഞ്ഞ് ഹാബിറ്റ്, ക്യാരക്ടർ ഒക്കെ. അവസാനം അദ്ദേഹത്തിന്റെ ഡെസ്റ്റിനി തീരുമാനിക്കുമ്പോൾ ഈസ് എ ഫെയിലിയർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയാറുണ്ട്. പല തലങ്ങളും പല കാര്യങ്ങളും ഉണ്ട്. ഇപ്പൊ നമുക്ക് തന്നെ കുറെ ഭൗതികമായിട്ട് എല്ലാ കാര്യങ്ങളും ഒരാൾ പറയുമ്പോൾ അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും, അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുണ്ടാവും, എന്നവരുണ്ടാവും. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പ്രൂവൺ ആണ്. ഈ കാര്യങ്ങൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ഈ TPR എന്ന് പറയുന്നതും സയന്റിഫിക്കലി പ്രൂവൺ ആയിട്ടാണ് ഇത് പ്രിസൈസായി മാറിയത്. അതുപോലെ തന്നെ തോട്ട് പ്രോസസ്സും ഇങ്ങനെ തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ തോട്ട് സൈക്കിൾ മനസ്സിലായിട്ടുണ്ടോ ആൾക്കാർ എല്ലാവർക്കും? ഹലോ, ഉണ്ട് സാർ. തോട്ട് പ്രോസസ്സ് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി സാർ. മനസ്സിലായി. താങ്ക് യു. അപ്പൊ നമ്മളെ ചിന്തകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ചിന്തകൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളിപ്പോ ചിന്തിക്കുന്നത് ഗുഡാണോ ബാഡാണോ എന്നുള്ള കാര്യം. അത് പെട്ടെന്നൊന്നും നമുക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ ഓരോരുത്തർക്ക് ചെയ്യാൻ പറ്റും. കാരണം 5 AM ക്ലബിൽ മെഡിറ്റേഷനും അതുപോലെ തന്നെ
ഇതേപോലെ തന്നെയുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ ചെയ്യുമ്പോൾ യോഗ ചെയ്യുന്നവർ എല്ലാവർക്കും അത് വളരെ പെട്ടെന്ന് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരിൽ നിന്ന് മാറിയിട്ട് അത്രയും ചെയ്യുന്ന ആൾക്കാർ. പിന്നെ വരുന്ന ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ തോട്ട്സിനെ നിരീക്ഷിക്കുമ്പോൾ അവിടെ നിന്ന് തന്നെ തുടങ്ങുകയാണ് നമ്മൾ ഒരു പ്രോസസ്സ്. നല്ലതാവുന്നു, അത് വീണ്ടും ആക്ഷൻ ആവുന്നു. അപ്പോൾ ആ ഒരു കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നിങ്ങളെ മനസ്സിലും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിൽ നിങ്ങൾക്കുള്ള ഉയരം, നിങ്ങൾ എത്തുന്ന ആ ഒരു പടി, നിങ്ങൾ എത്തുന്ന ആ വിജയം, ആ വലിയ മാറ്റം വരും. നേരെ തിരിച്ചും സംഭവിക്കാം. അത് വളരെയധികം ശ്രദ്ധിക്കണം. പൊതുവെ മനുഷ്യന്മാർക്ക് നമ്മുടെ ഹ്യൂമൻ സ്ട്രക്ചറും ഫിസിയോളജിയും അനാറ്റമിയും എന്താ പറയാ, ഈ തോട്ട് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നെഗറ്റീവ്സിനെ പെട്ടെന്ന് ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് കൂടുതൽ സംഭവിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ നെഗറ്റീവ്സിന്റെ മാറ്റിയിട്ട് ഇപ്പൊ ഞാൻ പറഞ്ഞല്ലേ, സജി സാർ ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നുണ്ട്. അദ്ദേഹം ഈ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ ഈ ഒരു ഇതിലാണ്. അദ്ദേഹം സമൂഹത്തിൽ റിസർച്ച് ചെയ്തു, അദ്ദേഹം ഡീപ്പായിട്ട് ചെയ്തപ്പോൾ ആളുകളിലുള്ള മനോഭാവത്തിലാണ് പ്രശ്നം അല്ലെ, നമ്മൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും. അപ്പോൾ നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ്സ്, നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് പാറ്റേൺസ്, ഇതൊന്നും മനുഷ്യന്റെ തെറ്റൊന്നുമില്ല, മനുഷ്യൻ ചെയ്ത ഒരു കുറ്റമായിട്ടൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത് അദ്ദേഹത്തിന്റെ ജീവിത ശൈലിക്കും ജീവിത രീതി മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിലും ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് വന്നു ചേരുന്ന ഒരു കാര്യമാണ് ഈ ബാഡ് നെഗറ്റീവ് തോട്ട്സും നെഗറ്റീവ് ആക്ഷൻസും നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ പരസ്പരം ഷെയർ ചെയ്യുമ്പോൾ നെഗറ്റീവ്സ് കൂടുതൽ വരും. അപ്പൊ അദ്ദേഹം പറയുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളിപ്പോ എല്ലാവരും കുറ്റബോധമാണ്, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഇടയിൽ ഇവിടെ പുള്ളി പറയുന്ന ഒരു പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. പ്രൊക്കാസ്റ്റിനേഷൻ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളെ ശശി തരൂരൊക്കെ ഇംഗ്ലീഷ് പറഞ്ഞ പോലത്തെ വലിയ കടുകട്ടി സാധനം എന്നൊക്കെ വിചാരിക്കും. വളരെ സിമ്പിളാണ് പ്രൊക്കാസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. നീട്ടി വെക്കാനുള്ള പ്രവണത. നമുക്ക് വളരെയധികം ഹ്യൂമൻ റിസോഴ്സിന് ഉള്ള ഒരു കാര്യമാണ് എന്ത് കാര്യത്തിൽ നീട്ടി വെക്കാൻ, പ്രത്യേകിച്ച് മലയാളികൾ. അത് പിന്നെ ചെയ്യാം. അതും ഈ ന്യൂറോ സയൻസും അതുപോലെ തന്നെ നമ്മൾക്ക് ഈ പറഞ്ഞു വരുന്ന തോട്ട് സൈക്കിളും ഒക്കെ ആയിട്ട് ഭയങ്കര ബന്ധമാണ്. അപ്പൊ കോൺഷ്യസ്ലി നമ്മൾ ഇതിനെ സമീപിച്ച് കോൺഷ്യസ്ലി ഇതിലൊരു മാറ്റം വരുത്തണം എന്ന്, അതായത് നെഗറ്റീവ്സിലും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിലും മാറ്റം വരുത്തണം എന്നുള്ള ഒരു വിചാരം നമ്മൾക്ക് ഉണ്ടായാൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ നമ്മളെ കൈപ്പിടിയിൽ ഒതുക്കിയിട്ട് നമുക്ക് തന്നെ നമ്മൾ ഈ കാര്യങ്ങൾ കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പൊ നല്ല കോൺഷ്യസ്ലി നിങ്ങൾ തിങ്സിനെ, അതായത് നിങ്ങൾ തോട്ട്സിനെ നിരീക്ഷിക്കുക. അത് എന്ത് ചെയ്യുക, നന്നായിട്ട് നിങ്ങൾ അതിനെ പ്യൂരിറ്റി ആക്കി കൊണ്ടുപോകുക. ഓക്കെ, ഏകദേശം ഓൾമോസ്റ്റ് നമ്മൾ സമയം തീർന്നുകൊണ്ടിരിക്കുക. ഞാൻ ജസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ അതിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് പറയാം. ഞാൻ ആദ്യം പറഞ്ഞത് കോൺഷ്യസ്ലി നമ്മളെ ഈ TPRന്റെ ഒരു ചെറിയ ഘട്ടങ്ങളാണ് വരുന്നത്. അതായത് TPR ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരുപാട് വാസ്റ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ്. ന്യൂറോ സയൻസും ക്വാണ്ടം ഫിസിക്സും അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയും എല്ലാ കാര്യങ്ങളിലും എന്താ പറയാ, ചെറിയൊരു ക്യാപ്സ്യൂൾ ആക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്, പിന്നെ നിങ്ങൾക്കും ഉണ്ടാവും. നിങ്ങൾക്ക് എവിടെയെങ്കിലൊക്കെ ഒരു കണക്ഷൻ കിട്ടും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള. ആ കണക്ഷനെ നമ്മൾ ഈ പറഞ്ഞ ചെറിയ കാര്യങ്ങളും കൂടെ ഒന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ, ഒന്നൊന്ന് ഓർമ്മിച്ച് എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നിങ്ങൾക്ക് ഈ കാര്യത്തിൽ എളുപ്പം വരും എന്ന് എനിക്ക് വിശ്വാസമുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കോൺഷ്യസ്ലി നമ്മളെ ചിന്തകളെ നോക്കിയിട്ട് നമുക്ക് അതിന്റെ പാറ്റേൺ നോക്കിയിട്ട് അങ്ങനെ നമുക്ക് ഒരു ബിഹേവിയർ ഉണ്ടാക്കിയെടുക്കാം, ഒരു ഡെസ്റ്റിനി ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ഈ ചിന്തകൾ നമ്മളെപ്പോഴും അനലൈസ് ചെയ്യുക. പറഞ്ഞ പോലെ തന്നെ അത് ക്വാളിറ്റി ഉള്ളതാണോ, ഇത് നെഗറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് ക്വാളിറ്റി ചിന്തകളാണ് എപ്പോഴും ഒരു ക്വാളിറ്റി മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അതിൽ യാതൊരു സംശയമില്ല. അദ്ദേഹം ക്വാളിറ്റി ആയിട്ട് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹം മാറി ചിന്തിക്കുന്നു.
അദ്ദേഹം എല്ലാവരും ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നില്ല. കുറച്ചൊരു മാറ്റം അതിന് വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഇതിനെ ബന്ധപ്പെട്ടിട്ട് ബ്രെയിൻ എക്സസൈസുകൾ ഒരുപാട് ബ്രെയിൻ എക്സസൈസുകൾ നമുക്ക് എന്താ പറയാ ചെയ്യാം. ഫോർ എക്സാമ്പിൾ ബ്രെയിൻ എക്സസൈസ് ആണെങ്കിൽ ഈ പറഞ്ഞ മെഡിറ്റേഷൻ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഇഷ്ടം പോലെ കാണാം ബ്രെയിനിന്റെ മെമ്മറി കൂട്ടാൻ എന്താണ് നല്ലത്, അതായത് ബ്രെയിനിന്റെ കപ്പാസിറ്റി കൂട്ടാൻ എന്താണ്, അതിന്റെ എക്സസൈസുകൾ, അതിന്റെ കാര്യങ്ങൾ, പിന്നെ ബ്രെയിനിന് വേണ്ട നല്ല ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കുക. നല്ല ഈ മറ്റേ സാൽമൺ മത്സ്യത്തിന്റെ കുറെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, അത് കറക്റ്റ് ആണെന്ന് തോന്നുന്നു എനിക്ക്. കാരണം ഒരുപാട് വ്യത്യാസങ്ങൾ അത് ഉപയോഗിച്ചിട്ട് മാറ്റമുണ്ട്. ഈ സാൽമൺ മത്സ്യത്തിന്റെ ഓയിൽ, എണ്ണ, അത് വളരെയധികം ബ്രെയിനിന്റെ ഫങ്ഷൻസിനെ സ്വാധീനിക്കുന്ന ഒരു ഇതാണെന്നുള്ളത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. അപ്പോൾ പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആണെന്ന് തോന്നുന്നത്. എന്തായാലും അത് വളരെയധികം ഉപയോഗപ്പെടും. പിന്നെ നമ്മുടെ നോർമൽ ഫുഡുകൾ ശ്രദ്ധിക്കുക. നമുക്ക് എന്താ പറയാ, നല്ല ഭക്ഷണങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഭക്ഷണശീലങ്ങൾ, ബെറീസ് നല്ലതാണ്. അതായത് ബ്ലൂബെറി, ബ്ലാക്ക്ബെറി, സ്ട്രോബെറി, അതുപോലെ അങ്ങനത്തെ ഒരുപാട് ബെറി ഐറ്റംസുകൾ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ് ബെസ്റ്റ് ആയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം. പിന്നെ നമുക്ക് നട്ട്സ്, സീഡ്സ് ഒക്കെ ആയിട്ട് കഴിക്കാം. നല്ല ഇതാണ്. നമുക്കിപ്പോൾ ഈ എന്താ പറയാ, ഉണക്കമുന്തിരി, പിന്നെ നട്ട്സ്, അതുപോലെ ബദാം, ഈ സംഭവങ്ങളൊക്കെ ബ്രെയിനിന് നന്നായിട്ട് എനർജിയും ഊർജവും കിട്ടുന്ന സംഭവമാണ്. കോഫി നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്ന കോഫി കുടിക്കാം. അപ്പൊ കോഫി കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മധുരം ഇട്ടിട്ട് ഒരുപാട് അതില് വേറെ എന്തെങ്കിലും ചേർത്തിട്ട് കുടിക്കുന്നതിലൊന്നും കാര്യമില്ല. നോർമലി നമുക്ക് ചെറിയൊരു മധുരം എന്നിട്ട് നല്ലൊരു സ്ട്രോങ് കോഫി ഒക്കെ ആയിട്ട് അപ്പോൾ ഒരു ബ്രെയിൻ ഉണർച്ച വരുന്ന ഒരു സംഭവമൊക്കെയാണ്. ചിലർ പറയുന്നുണ്ട് കോഫി കഴിക്കാൻ തന്നെ പാടില്ല എന്നുള്ളത്. പിന്നെ ഓറഞ്ചസ് നമുക്ക് ആന്റി ഓക്സിഡന്റ് ആണ്. ഓക്സിഡേഷൻ എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് വേറൊരു ഇതിലെടുക്കാം. ആന്റി ഓക്സിഡന്റ് എന്താണെന്നുള്ളത് അത് നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അത് നമുക്ക് പിന്നീട് നമുക്ക് ടൈം മാനേജ് ചെയ്തിട്ടുള്ള രീതിയിൽ എടുക്കാം. പിന്നെ അവോക്കോഡോസ് എന്നിട്ടുള്ള ഒരു പഴം, അങ്ങനെ എന്തോ ഉണ്ട്, കാര്യമായിട്ട് ഫെമിലിയർ അല്ല അത്. പിന്നെ നാടൻ എഗ്സ്, നാടൻ കോഴിമുട്ടകൾ ബെസ്റ്റാണ്. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പിന്നെ ഡാർക്ക് ചോക്ലേറ്റ്, ഒരുപാട് മധുരം ഇല്ലാത്ത ചോക്ലേറ്റ് കിട്ടും, ഡാർക്ക് ആയിട്ടുള്ള കളറുള്ള ഭക്ഷണം. അപ്പോൾ എനിവേ ഞാനിത് കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് പറയുന്നു. സമയം ഏകദേശം പിന്നെ ഞാൻ ഈ ഒരു 5 AM ക്ലബിലേക്ക് എന്നെ ക്ഷണിക്കുകയും അതുപോലെ തന്നെ നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റി വളരെ പെട്ടെന്നാണ്. എനിക്ക് കൂടുതൽ ആളുകളുമായിട്ട് വന്നല്ല. ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഒരു JCI നാഷണൽ ട്രെയിനർ ഒക്കെയാണ്, ഷിജി എന്ന് പറയുന്ന അദ്ദേഹമാണ് എന്നെ ഈ ഒരു കാര്യത്തിലേക്ക് പ്രൊമോട്ട് ചെയ്തത്. അദ്ദേഹത്തിന് പ്രത്യേകമായിട്ടുള്ള ഒരു നന്ദി ഞാൻ അറിയിക്കുക. അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികളായിട്ടുള്ള മാഡം 8 പേരുകളൊക്കെ അറിയില്ല, വളരെ ചെറിയൊരു ബന്ധമേ ഉള്ളൂ. അതുപോലെ തന്നെ 5 AM ക്ലബിന്റെ നിർമ്മാതാക്കള്, നിങ്ങൾ 1600 ശരിക്കും വണ്ടറായിപ്പോയി. 1600 ചില ട്രെയിനിങ് സെഷൻസും ഇതായി എന്ന് പറയുന്നത് വളരെയധികം സന്തോഷമാണ്. എപ്പോഴും നമ്മൾ പറയും കേരളത്തിൽ എന്ത് വന്നാലും നെഗറ്റീവ് ആൾക്കാരാണ്, വെറും വിവാദം ഉണ്ടാക്കുന്ന ആൾക്കാരാണ്, രാഷ്ട്രീയം മാത്രം വിൽക്കുന്ന ആൾക്കാർ. അതല്ല, ഇങ്ങനെയൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഇങ്ങനെയൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്രോപ്പർ തോട്ട്സിൽ പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ലോകത്തിന് മാതൃകയായി കാണിച്ചു കൊടുക്കുന്ന
ആൾക്കാരും ഉണ്ട് എന്ന് കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ അതുമായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ നമുക്കതാണ് പറയുന്നത്, വളരെ നല്ല സ്വഭാവവും അതുപോലെ തന്നെ ക്വാളിറ്റി ഉള്ള ആളുകളുമായിട്ടുള്ള മിംഗ്ലിങ്, അത് വലിയൊരു ഘടകമാണ് നമ്മുടെ ജീവിതത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനുള്ളത്. എന്തായാലും ഞാൻ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറയുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനെ കുറിച്ച് മാഡം പറയാനുണ്ടെങ്കിൽ പറയാം. ഫീഡ്ബാക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ. ഞാൻ അധിക കാലമൊന്നും ആയിട്ടില്ല ഈ ഫീൽഡിലേക്ക് വന്നിട്ട്, കുറച്ച് കാലങ്ങളൊക്കെ ഉള്ളൂ. വാദകൾ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ ചൂണ്ടിക്കാണിക്കാം. അത് നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ അറിയിക്കാം. ഓക്കെ. താങ്ക് യു സോ മച്ച്. നിങ്ങൾ നല്ലൊരു സെഷൻ നമുക്ക് എടുത്ത് തന്നതിന്. ഇനി നമ്മുടെ തോട്ട് പ്രോസസ്സിനെ കുറിച്ച് ഒരുപാട് കാര്യം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒരു സെഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗട്ട്സോ ക്ലിയർ ചെയ്യാണെങ്കിൽ ഒരു രണ്ടുപേരൊന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? മാജിക് മോർണിംഗ് സർ. ഓക്കെ സാർ, നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് അത് നമ്മളായി തീരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ചിന്തയെ തന്നെ എങ്ങനെയൊക്കെയാണ് അത് നിരീക്ഷിക്കേണ്ടതെന്നും അതിൽ തന്നെ നെഗറ്റീവ് ചിന്തയും അതുപോലെ തന്നെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു മാറ്റുന്നതിനും അതിനെ തന്നെ ക്വാളിറ്റി ആയിട്ട് എങ്ങനെ ഉള്ളതാണോ എങ്ങനെയാണെന്നുള്ളതൊക്കെ നമ്മൾ തന്നെ നോക്കണം എന്നുള്ളതിനെ കുറിച്ചും പിന്നെ സാർ പറഞ്ഞു തന്നായിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാർ. അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസിനെ പറ്റിയിട്ടും നമ്മളൊരു ബ്രെയിൻ എക്സസൈസിനെയൊക്കെ പറ്റിയിട്ട് നല്ല രീതിയിൽ തന്നെ പറഞ്ഞു തന്നു സാർ. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സാർ. ഷൈനി മാം, താങ്ക് യു സോ താങ്ക് മച്ച്. യു മാഡം. താങ്ക് യു. ഓക്കെ, അതിൽ 2-3 പുതിയ പേരുകൾ കാണുന്നുണ്ട്. സൈഫുന്നീസ, ജയ്ശങ്കർ, നാഫിയ, പ്രസാദ്. ഇവർക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ നിങ്ങളെ? ഹലോ, സൈഫുന്നീസ മാം കേൾക്കാവോ? പ്രസാദ്, ആദവനാടാണ് വീട്, ഓക്കെ അധ്യാപകനാണ്. സർ. മാം പ്രസാദ് എന്നൊരാളോ സംസാരിക്കാൻ? പ്രസാദ്. ഓക്കെ സംസാരിച്ചിട്ടുണ്ട് സർ. ഓക്കെ, താങ്ക് യു. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാണ്ടായിരുന്നോ? ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എനിവേ ഫ്രിഷാസ്, താങ്ക് യു സോ മച്ച്. ഇങ്ങനെ നല്ലൊരു സെഷൻ നമുക്ക് എടുത്ത് ടൈമും നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന്. ഓക്കെ, അപ്പോൾ നമുക്ക് വേറൊരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ, നമ്മുടെ ഒരു മൈൻഡ് റോഡ് പ്രോഗ്രാമിന്റെ കാര്യം നമ്മുടെ ബി മാജിക്കിലെ എല്ലാ മെമ്പേഴ്സിനും അറിയാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച നമുക്കൊരു വെബിനാർ ഉണ്ടായിരുന്നു. രാത്രി 8 മണിക്ക് സേസയുടെ സെഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ December 21 കാലിക്കറ്റ് വെച്ച് നടക്കുന്ന ഒരു ഓഫ്ലൈൻ പ്രോഗ്രാമാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ടുള്ള വെബിനാർസ് ആണ് ഇപ്പോൾ ഈ മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഇന്ന് നൈറ്റും നമുക്ക് 8 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. സിനോപ്സിസ് സിൻഡ്രോം സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫെബിൻ മാം ആണ് ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നൈറ്റ്. അപ്പൊ മാമിന്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ് പ്രോഗ്രസ് വേഴ്സസ് പെർഫെക്ഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ മാക്സിമം നിങ്ങൾ എല്ലാവരും ജോയിൻ ചെയ്യാൻ. നിങ്ങൾക്ക് എന്തായാലും ഒരുപാട് ഹെൽപ്പ് ആയിട്ടുള്ള സെഷൻ ആയിരിക്കും. സേഫ് സാറ്, ഫെബിൻ മാം, ഷെമീറ മാം ആൻഡ് അബ്ബാസ് സർ, ഇങ്ങനെ 4 പേരുടെ ഒരു കോമ്പിനേഷൻ സെഷൻസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫാമിലീസിനും അതോടൊപ്പം ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യുക. നിങ്ങളും നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, ഫ്രീ വെബിനാർസ് ആണ്. മാക്സിമം നിങ്ങളുടെ അറിയാവുന്നിടത്തൊക്കെ ജോയിൻ ചെയ്യാൻ പറയാം. ഓക്കെ, താങ്ക് യു സോ മച്ച് ടു ആൾ. ഫ്രിഷ സർ, താങ്ക് യു സോ മച്ച്. എനിവേ ഹാപ്പി മോർണിംഗ് ടു ആൾ ആൻഡ് ഹാവ് എ നൈസ് ഡേ. താങ്ക് യു. Thank you so much. Thank you, sir. Thank you all. Thank you very much. Thank you, sir. Thank you all. Thank you. Thank you very much. Thank you. Thank you, sir.